രജിസ്റ്റർ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൂന്നാറാണ്. പെട്ടെന്ന് ഞങ്ങൾ മൂന്നാറിലേക്ക് വന്നതാണ്. ചുമ്മാ പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഒന്നുമില്ല. ചുമ്മാ മൂന്നാർ വരിക, ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുക, നാളെ എന്തെങ്കിലും ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് ചുമ്മാ പോവാം. നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, അജീഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഫോറസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പം അദ്ദേഹം പെട്ടെന്നൊരു റൂമൊക്കെ ശരിയാക്കി തന്നു. ഞങ്ങൾ 2 റൂമാണ് ഇവിടെ കിട്ടിയത്. ഒരുപാട് കോസ്റ്റ്ലി അങ്ങനെയൊന്നുമല്ല, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 റൂമാണ് ഞങ്ങൾ എടുത്തത്. ഒരു റൂമിൻ്റെ റേറ്റ് 1200 രൂപയാണ് റൂമിൻ്റെ റേറ്റ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു എന്താ പറയുക ഫെസിലിറ്റീസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഒരു ദിവസം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത 2 റൂം. ഇതൊരു റൂം, അതുപോലെ തന്നെ ഇത് 2ാമത്തെ റൂം. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ദിവസമൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള അത്യാവശ്യം ഫെസിലിറ്റി ഉള്ളൊരു ചെറിയ റൂം. ഒരു ഡബിൾ കോട്ട് ബെഡുണ്ട്, പിന്നെ ചെറിയൊരു മേശയുണ്ട്, അത്യാവശ്യം TV സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബാത്റൂം ഉണ്ട്. ആ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സ്റ്റോർ റൂം പോലെയുള്ള ഒരു ചെറിയ റൂമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ റൂമുണ്ട്. അത്യാവശ്യം നമുക്ക് വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഷെൽഫുണ്ട്. പിന്നെ ബാത്റൂം അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാറിലെ റൂമിൻ്റെ കാഴ്ചകൾ. ഒരുപാട് കോസ്റ്റ്ലി അല്ലെങ്കിൽ ഒരുപാട് ഫെസിലിറ്റി ഒന്നുമില്ല. നമ്മൾ പെട്ടെന്ന് എടുത്തു, അജീഷേനെ വിളിച്ചു, റൂം സെറ്റായി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വൈകിട്ട് വന്നതാണ്. അപ്പോൾ നാളെ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പ്ലാനിങ് ഇല്ല. അധികം തിരക്കില്ലാത്ത, മൂന്നാറൊക്കെ ഇപ്പോൾ നല്ല തിരക്കാണ്. അപ്പം അധികം തിരക്കില്ലാത്ത എവിടെയെങ്കിലും മൂന്നാറിലെ കുറച്ച് സ്ഥലങ്ങൾ പോകണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയ പ്ലാൻ. അപ്പം നമുക്ക് നാളെ എന്തായാലും മൂന്നാറിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, നാളെ കാണാം. മൂന്നാറിൻ്റെ ഏറ്റവും ഇങ്ങേറ്റത്തുള്ള വട്ടവടയിലെത്തി. ദെൻ ടോപ്പ് സ്റ്റേഷനിലും അല്ലെങ്കിൽ ആ വരുന്ന വഴിക്കൊക്കെ ആണെങ്കിലും ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ വട്ടവടയിലെത്തി. അപ്പോൾ ഇവിടെ കുറേ സ്ട്രോബെറി ഫാമും അതുപോലെ തന്നെ ഇവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കൃഷിയൊക്കെ കാണാം. ബാക്കി ഈ കാഴ്ചകളിലേക്ക് പോവാം. സീസണാണോ സ്ട്രോബെറിയുടെ? സീസൺ ആയില്ല. സീസൺ അല്ലാത്തതുകൊണ്ടാണ് വില കൂടുതൽ. ഇല്ലെങ്കിൽ 250 രൂപ 300 രൂപ കാണും ഒരു കിലോ. അങ്ങനെയല്ല, ഇത് കൊറോണ ആയതുകൊണ്ട് കൂടുതൽ ആരും കൃഷി ചെയ്തില്ല. അപ്പം തൈ വയ്ക്കുന്നേ ഉള്ളൂ. ഇപ്പം തുറന്നു വിട്ട് തന്നെ 2-3 മാസം ആയതേ ഉള്ളൂ. ഒരു ദിവസം എത്ര കിലോ പറിക്കാൻ പറ്റും? ഒരു ദിവസം ഒരു 3 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഒരു 10 കിലോയ്ക്ക് വരും. സീസൺ കഴിഞ്ഞു. ഗ്രീൻ ബീൻസോടെ ലാസ്റ്റ് കൃഷിയാണ്. മൊത്തം എന്താ പറയാ സ്ട്രോബെറി കൃഷിയാണെങ്കിൽ മൊത്തം കാണുന്നത്. ഇവിടെ ആണെങ്കിൽ ഈ ഒരു സ്ട്രോബെറി തണുപ്പത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, വീട്ടിലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, കാരണം തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പഴുത്ത്
നിൽക്കണ്ട. അവർ പറഞ്ഞത് ഈ പച്ച സ്ട്രോബെറിക്കൊക്കെ ആയിരിക്കും മധുരം കൂടുതൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൂന്നാറിലെ കാഴ്ചകൾ. ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയില്ല. ചെറിയ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത് കുറേ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ പോയുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ കൂടുതലായിട്ട് ലൈവായിട്ട് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കണ്ടുപോയി. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ബ്ലോക്കൊക്കെയാണ്, അതുകൊണ്ട് അധികം നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇടുക്കി സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ.